ഹായ് ഹലോ നമസ്കാരം. ഞാനൊരു ബീഫ് റോസ്റ്റ് റെസിപ്പിയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതാണ് കേട്ടോ മക്കളെ. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ ഈ ഒരു ചട്ടിയാണ് ട്ടോ എടുത്തത്. ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു പിടി അളവിൽ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരണം, നല്ലൊരു കളറൊക്കെ മാറണം. ഗോൾഡൻ കളർ നിറമാകുമ്പോൾ മാത്രമേ നമ്മളിതിലേക്കുള്ള ബാക്കിയെല്ലാം ചേർക്കുള്ളൂ. കാരണം ഇതിന് കുറച്ച് ക്ഷമ വേണം. അപ്പോൾ നന്നായിട്ട് ക്ഷമയോടെ കാത്തു നിന്നപ്പോൾ ദാ ഇതേപോലെ നല്ല കളറായി. അപ്പോൾ അതിലേക്ക് ഞാൻ കരിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഞാൻ ഒരു തുടം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊക്കെ മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ നേരിട്ടിട്ട് കൊടുക്കുകയാണ് ഈ ഒരു മല്ലിപ്പൊടി. ഞാനൊരു 4 ടേബിൾ സ്പൂൺ, ആ ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ നന്നാവുള്ളൂ കേട്ടോ. 4 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഇട്ടതിനുണ്ട് മല്ലിപ്പൊടി. അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം ഞാൻ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനൊരു പ്രത്യേക കളർ വരാനുണ്ട്. അത് നിങ്ങൾ നോക്കി നിൽക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. പിന്നെ അതിലേക്ക് നമ്മൾ ഇതേപോലെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു പിടി അളവ് തന്നെ ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളിയാണ് നല്ല ടേസ്റ്റ് നൽകുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്. പിന്നെ തക്കാളി ഞാൻ വളരെ ചെറിയൊരു പീസ് തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടെ നന്നായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് മൂടി വയ്ക്കുക. പിന്നെ ഇതിൽ നമ്മൾ തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 2 ഗ്ലാസിൻ്റെ അടുത്ത് തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, കൊളായിപ്പോവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ തലേ ദിവസം രാത്രി ഇതേപോലെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചതാണ്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചു. കണ്ടോ, അപ്പോൾ തന്നെ നന്നായിട്ട് വറ്റി വരണ്ടിട്ടുണ്ട് ഈ ഒരു വെള്ളമൊക്കെ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ബീഫ് ഉലർത്ത് മസാല വാങ്ങിയിട്ടുണ്ട്. അത് ഈസ്റ്റേൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിട്ട് അവിടെ ഉള്ളത്. സംഭവം അടിപൊളിയായിരുന്നു. വളരെ കുറച്ച്, അതായത് 1 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫാണ് ഇട്ട് കൊടുത്തത്. ബീഫ് ഞാൻ മഞ്ഞളും ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് നേരത്തെ വേവിച്ച് വെച്ചതാണ്. നന്നായിട്ട് ഉടഞ്ഞു പോകണോണ്ട് തന്നെ നല്ല വെന്തൊരു ബീഫായിരുന്നു. അതിനെക്കൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് ഇളക്കാൻ നിന്നില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് അതിനെ കൂട്ട് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയുടെ ബീഫ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 4 പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പൊറോട്ടേൻ്റെ കൂടെ ഈ ഒരു ബീഫ് റോസ്റ്റ് ശരിക്കും പൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ബൈ.